അല്ലാഹു താക്കീത് ചെയ്തിട്ടുള്ളതാണ്. വൈലുൽ ലികുല്ലി ഹുമസാ, ആളുകളെ കളിയാക്കുന്ന, കുറ്റപ്പേര് വിളിക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, കോമഡിയാക്കുന്ന ആ വർത്താനം പറയുന്നവരില്ലേ, ആളുകളെ കുറ്റപ്പേര് വിളിക്കുന്നവരില്ലേ, കോമഡിയാക്കുന്നവരില്ലേ, അവർക്കാണ് വൈലെന്ന നരകം കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാവിനെ സൂക്ഷിക്കലാണ് ഒന്നാമത്തെ തഖ്വ. ആരെയും നമ്മുടെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടാക്കല്ലേ മോനെ. അല്ലാഹു നമ്മുടെ നാവിന്റെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഖിയാമത്ത് നാൾ വരെ, മരണം വരെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിക്കാൻ അല്ലാഹ് നമ്മുടെ നാവിന് ശക്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിനെ ബഹുമാനിക്കാതെ, ബാങ്കിന് ഇജാബത്ത് നൽകാതെ സംസാരിക്കുന്നവനിക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. ആലിമീങ്ങളെ ഗീബത്ത് പറയുന്നവനിക്ക് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. കുഞ്ഞഹ്മദ് വലിയുള്ളാനെ പോലെയുള്ള മഹാന്മാരെ കുറ്റം പറയുന്നവനില്ലേ, അയൽവാസിയെ അതാ നാവുകൊണ്ട് വേദനിപ്പിക്കുന്നവരില്ലേ, പെങ്ങന്മാരെ ഭർത്താവിനോട് നാക്കിട്ടടിച്ച് വലിയ നിലക്ക് ഗൗരവം കാണിക്കുന്ന ഉമ്മമാരില്ലേ, സിമ്പിളായിട്ട് കാണണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. ഒന്ന്, ബാങ്കിന് മറുപടി കൊടുക്കാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്നു, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു, ബാങ്ക് ഇങ്ങനെ കേൾക്കുകയാണ്, ബാങ്കിന് മറുപടി കൊടുക്കുന്നില്ല. ഖുർആൻ ഓതുന്നെങ്കിൽ വരെ നിർത്തണമെന്നല്ലേ? ഖുർആൻ ഓതുന്നെങ്കിൽ വരെ ബാങ്ക് തുടങ്ങിയാൽ ബാങ്ക് കഴിയുന്നവരെ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? എത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ടാ ബാങ്ക് കൊടുക്കും ഒരു മൈൻഡുമില്ല. സുബ്ഹാനല്ലാഹ്. അവനിക്ക് നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറ്റൂല. ഉറപ്പിച്ചോളൂ, ഏത് ആലിമിനെയും നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഘടനയിൽപ്പെട്ട ആലിമാവട്ടെ, ഇൽമുള്ള ആളാണോ, ആലിമാണോ, ആ ആലിമിനെ നീ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, പൊരുത്തപ്പെടിക്കാതെ നാവുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല. മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടോ, നാവുകൊണ്ട് അവരെ ശല്യം ചെയ്തിട്ടുണ്ടോ, ഈ ദുനിയാവെന്ന് നീ അനുഭവിക്കാതെ മരിക്കില്ല. അതല്ലേ ഞാൻ തുടക്കത്തിൽ ഓതിയ ഒരു ഹദീസ്, ബാബാനി മുഅജ്ജലാൻ, ബാബാനി മുഅജ്ജലാനി ഉഖൂബതുഹുമാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്ന രണ്ട് വാതിലുണ്ട്, രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരാ, ഏത് രാഷ്ട്രീയത്തിലും നീ പ്രവർത്തിച്ചോ, ഏത് സംഘടനയിലും പ്രവർത്തിച്ചോ, ഒരു നാട് നീ തമ്മിലടുപ്പിച്ചാൽ, ഒരു മഹല്ലിനെ നീ അനൈക്യത്തിലാക്കിയാൽ, ഒരു കുടുംബത്തെ നീ നശിപ്പിച്ചാൽ, എത്ര ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അതാ ചില പ്രായമുള്ള മനുഷ്യന്മാര് അവര് ശീലിച്ചു പോയതാണ്. കല്യാണം മുടക്കികൾ എത്രയാണ്, ഗീബത്തും നമീമത്തുമായി നടക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട്. നമ്മുടെ ചുറ്റുഭാഗത്തെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോ, ബാബാനി മുഅജ്ജലാനി ഉഖൂബതുഹുമാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ നിനക്ക് തരുന്ന രണ്ട് കാര്യം. ഒന്ന്, അൽ ബഗ്യു, അക്രമമാണ്. അക്രമമുണ്ടല്ലോ, അയൽവാസിക്ക് വഴി തടയുന്ന സ്വഭാവമുണ്ടല്ലോ, പോകുന്ന നടക്കുന്ന വഴി, വണ്ടി പോകാനുള്ള വഴി, അതുപോലെ കുടിക്കാനുള്ള വെള്ളം, അതുപോലെ തന്നെ കല്യാണം മുടക്കല്, ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കല്, മഹല്ലുകളെ തമ്മിലടിപ്പിക്കല്, കുടുംബം മുറിക്കല്, ഈ തുടങ്ങിയ കാര്യങ്ങളെ പേരാണ് ബഗ്യ്, അക്രമം കേട്ടോ. അവനെ അല്ലാഹു ദുനിയാവിന്ന് തന്നെ പാഠം പഠിപ്പിക്കാതെ വിടൂല കേട്ടോ.
രണ്ടാമത് അള്ളാന്റെ റസൂൽ എടുത്തു പറഞ്ഞതാണ് ഏറ്റവും വലിയ അപകടകാരിയാണത്. എന്താണ് ചെറുപ്പക്കാരെ മക്കളെ, നിങ്ങൾ നന്നായി ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഫോണൊക്കെ നന്നായി ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ നല്ലോണം ആലോചിക്കണം കേട്ടോ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര് അവര് ദുനിയാവെന്ന് അനുഭവിക്കാതെ ആഖിറത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. ദുനിയാവിൽ അല്ലാഹ് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കൾ ചെറുതല്ല കേട്ടോ.